The mother of all revolution, എല്ലാ വിപ്ലവങ്ങളുടെയും മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് റവല്യൂഷനാണ്, ഫ്രഞ്ച് വിപ്ലവമാണ്. ഈ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നെപ്പോളിയൻ ബൊണാപാർട്ട് എന്ന് പറയുന്ന ഏകാധിപതിയിലേക്ക് ഭരണം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ അറിയുന്ന കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ നാൾവഴികളെ കുറിച്ചാണ്. അതായത് എന്തുകൊണ്ടാണ് ഫ്രഞ്ച് വിപ്ലവം അല്ലെങ്കിൽ ദ ഫ്രഞ്ച് റവല്യൂഷൻ ദ മദർ ഓഫ് ഓൾ റവല്യൂഷൻ അല്ലെങ്കിൽ എല്ലാ വിപ്ലവങ്ങളുടെയും മാതാവ് എന്നറിയപ്പെടുന്നതെന്നും അത് പിന്നീട്ടുള്ള ഓരോ ഘട്ടങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫ്രഞ്ച് റവല്യൂഷൻ്റെ നാൾവഴികളിലേക്ക് പോവാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് ഫ്രഞ്ച് സമൂഹം 3 തട്ടുകളായിട്ടായിരുന്നു അല്ലെങ്കിൽ 3 എസ്റ്റേറ്റുകളായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. 3 സ്ട്രാറ്റ അല്ലെങ്കിൽ 3 എസ്റ്റേറ്റ് എന്നാണ് അത് കോമൺ ആയിട്ട് വിളിക്കപ്പെട്ടിരുന്നത്. അതിൽ ഫസ്റ്റ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ക്ലർജി ആയിരുന്നു, പുരോഹിതന്മാരായിരുന്നു. സെക്കൻഡ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് നൊബിലിറ്റി അല്ലെങ്കിൽ ലോർഡ്സ് അല്ലെങ്കിൽ നമുക്ക് പ്രഭുക്കന്മാർ, എന്താ പറയുക, ഭൂപ്രഭുക്കന്മാർ എന്നൊക്കെ വിശേഷിക്കാൻ പറ്റുന്ന ഒരു കാറ്റഗറി ആയിരുന്നു. തേർഡ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് അവിടെ മിഡിൽ ക്ലാസ്സും ഉണ്ടായിരുന്നു, ലോവർ ക്ലാസ്സും ഉണ്ടായിരുന്നു. മിഡിൽ ക്ലാസ് ലൈക്ക് നമുക്കിപ്പോൾ ടീച്ചേഴ്സ്, അതുപോലെ തന്നെ ലോവേഴ്സ്, ഡോക്ടേഴ്സ് ഇങ്ങനെയൊക്കെ അടങ്ങുന്നതാണ് മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത്. അതിൽ ലോവർ ക്ലാസ് എന്ന് പറയുന്നത് ആർട്ടിസാൻസ്, പെസൻസ് അല്ലെങ്കിൽ കർഷകരും അതുപോലെ തന്നെ എന്താ പറയുക കരകൗശലക്കാരൊക്കെ അടങ്ങുന്നതായിരുന്നു നമ്മുടെ ഇതിലെ ലോവർ കാസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ 3 എസ്റ്റേറ്റ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതിലെ മൂന്നാമത്തെ എസ്റ്റേറ്റ് കോമൺസ് എന്നല്ലെങ്കിൽ സാധാരണക്കാരടങ്ങിയിട്ടുള്ള ഈ ഒരു മൂന്നാമത്തെ എസ്റ്റേറ്റിൽ 2 കാറ്റഗറി ഉണ്ടായിരുന്നു. മിഡിൽ ക്ലാസ്സും ഉണ്ടായിരുന്നു, ലോവർ ക്ലാസ്സും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു എസ്റ്റേറ്റ് കണ്ടതുകൊണ്ട് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു എസ്റ്റേറ്റ് നമുക്കിവിടെ കാണുന്നത് പോലെ തന്നെ അവിടെ എന്തുണ്ടായിരുന്നു, സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഇൻഈക്വാലിറ്റീസ് ഉണ്ടായിരുന്നു. അതായത് ഫസ്റ്റും സെക്കൻഡും എസ്റ്റേറ്റ്, ദാറ്റ് മീൻസ് ക്ലർജിയും നോബിൾസും അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പുരോഹിതന്മാരും പ്രഭുക്കന്മാരും എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും ആസ്വദിക്കുകയും ആർഭാടകരമായിട്ടുള്ള ജീവിതം മുമ്പോട്ട് വെക്കുകയും ചെയ്തപ്പോൾ എല്ലാ തരത്തിലുള്ള നികുതി അടക്കേണ്ടതും അതുപോലെ തന്നെ അധികാരത്തിൽ അല്ലെങ്കിൽ പവറിൽ ഒരു തരത്തിലുള്ള പങ്കുമില്ലാതിരുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് തേർഡ് എസ്റ്റേറ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും അവിടെ എന്തുണ്ടായിരുന്നു, അവിടെ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഇൻഈക്വാലിറ്റീസ് ഉണ്ടായിരുന്നു. സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള അസമത്വങ്ങൾ നമുക്ക് ഫ്രാൻസിൽ കാണാൻ പറ്റും. ഇനി ഭരണാധികാരികൾ എങ്ങനെയായിരുന്നു ഈ ഒരു ഫ്രഞ്ച് സമൂഹത്തെ കണ്ടിരുന്നത് എന്ന് നമുക്ക് നോക്കാം. അവിടെ നമുക്ക് പ്രധാനമായിട്ടും കാണാൻ പറ്റും ഫ്രഞ്ചിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ജനങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിന് വളരെ പുച്ഛത്തോടു കൂടിയാണ് ഭരണാധികാരികൾ കണ്ടിരുന്നത്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലൂയിസ് 16 എന്ന് പറയുന്ന ഭരണാധികാരിയുടെ ബോർബൺ ഡൈനാസ്റ്റി ആയിരുന്നു ഫ്രഞ്ച് ഭരിച്ചിരുന്നത് അല്ലേ. അപ്പോൾ ലൂയിസ് 16 എന്ന് പറയുന്ന ഭരണാധികാരിയുടെ ഭാര്യയായിട്ടുള്ള മേരി ആന്റോണിയറ്റിൻ്റെ വാക്കുകൾ തന്നെയാണ് നമുക്ക് എത്രത്തോളം പുച്ഛത്തോടു കൂടിയാണ് അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എത്രത്തോളം നിസ്സാരമായിട്ടാണ് ഭരണാധികാരികൾ കണ്ടിരുന്നത് എന്നുള്ളതിന് ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാം. അതായത് ഞങ്ങൾക്ക് റൊട്ടി വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സൈഡിൽ നിന്നുകൊണ്ട് ജനങ്ങൾ വോയിസ് റൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കഴിക്കാൻ റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ അതൊരു തമാശയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ അത് കേൾക്കുമ്പോൾ തോന്നാം. പക്ഷേ ജനങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിനെ വളരെ പുച്ഛത്തോടു കൂടി അതിന് വളരെ ലാഘവത്തോടു കൂടിയാണ് ആര് കണ്ടിരുന്നത്, റൂളേഴ്സ് കണ്ടിരുന്നതിനുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. എന്താ പറയുക, ഞങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണമില്ല എന്ന് പറയുമ്പോൾ റൊട്ടി എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്റ്റാപ്പിൾ ഫുഡായിരുന്നു. നമ്മളിപ്പോൾ ചോറ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അവിടുത്തെ സ്റ്റാപ്പിൾ ഫുഡായിരുന്നു റൊട്ടി. അപ്പോൾ ഞങ്ങൾക്ക് റൊട്ടി വേണമെന്ന് പറയുമ്പോൾ കേക്ക് എടുത്ത് കഴിച്ചോ എന്ന് പറയുമ്പോൾ അവിടെ അവർക്ക് ഭക്ഷണമില്ല എന്നുള്ളതാണ് അവർ അവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. അതുപോലും മനസ്സിലാക്കാൻ ആരും തയ്യാറാവുന്നില്ല, ഭരണാധികാരികൾ തയ്യാറാവുന്നില്ല. മറ്റൊരു സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റൂളേഴ്സിൻ്റെ ഭാഗത്തുനിന്നായിട്ടുള്ള ലക്ഷറസ് ആയിട്ടുള്ള ലൈഫും അനാവശ്യമായിട്ടുള്ള വാറുകളും ഒക്കെ എന്തിന് കാരണമായിട്ടുണ്ട്, ഈ പറയുന്ന ഫ്രഞ്ച് റവല്യൂഷന് കാരണമായിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും മേരി ആന്റോണിയറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ലൂയിസ് 16 ആണെങ്കിലും ഒക്കെ ലക്ഷറസ് ആയിട്ടുള്ള ലൈഫായിരുന്നു മുമ്പോട്ട് കൊണ്ടുവച്ചിരുന്നത്. നമ്മളിപ്പോൾ ചരിത്രം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മേരി ആന്റോണിയറ്റ് എന്ന് പറയുന്നത് വളരെയധികം ഗാർമെൻറ്റ്സും പല ഗോൾഡും ഡയമണ്ട്സും ഒക്കെ മാക്സിമം യൂസ് ചെയ്തുകൊണ്ട് അവിടുത്തെ വെൽത്ത് മാക്സിമം ആര് ലൂട്ട് ചെയ്യാണ്, അവിടുത്തെ റൂളേഴ്സ് തന്നെ ലൂട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ വാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ തമാശയാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ കുടുംബം തമ്മിൽ എന്തെങ്കിലുമൊക്കെ കലഹങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നേരെ പോയിട്ട് യുദ്ധത്തിലേക്കൊന്നും പോകില്ല. പക്ഷേ ഫ്രാൻസിലെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് കുടുംബ കലഹം പോലും എന്തിലേക്ക് നയിച്ചിരുന്നു, യുദ്ധങ്ങളിലേക്ക് നയിച്ചിരുന്നു. കാരണം ഇവിടുത്തെ റിലേറ്റീവ്സ് തന്നെയായിരുന്നു മറ്റ് പ്രദേശങ്ങൾ ഗവേൺ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക കുടുംബപരമായിട്ടുള്ള ഫാമിലി റിലേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അതും എങ്ങോട്ടേക്കാണ് പോകുന്നത്, ഒരു വാറിലേക്കാണ് പോയിരുന്നത്. അപ്പോൾ ഈ വാറാണെങ്കിലും ലക്ഷറസ് ലൈഫ് ആണെങ്കിലും വളരെ എക്സ്പെൻസീവ് ആയിരുന്നു. ഇതൊക്കെ മീറ്റ് ചെയ്യേണ്ടത് ആരായിരുന്നു, അവിടുത്തെ കോമൺ പീപ്പിൾസ് ആയിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ആ തേർഡ് എസ്റ്റേറ്റിലെ ജനങ്ങളായിരുന്നു ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും മീറ്റ് ചെയ്യേണ്ടി വന്നിരുന്നത്. അതായത് ഫസ്റ്റും സെക്കൻഡും എസ്റ്റേറ്റ് ഒരു ടാക്സും പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ടാക്സ് ഒക്കെ പേ ചെയ്യേണ്ട അവരാണ് ഈ തേർഡ് എസ്റ്റേറ്റ് ആണ്. അപ്പോൾ എന്ത് എക്സ്പെൻസീവ് വന്നാലും അത് മീറ്റ് ചെയ്യേണ്ടത്, എക്സ്പെൻഡിച്ചറൊക്കെ മീറ്റ് ചെയ്യേണ്ടത് തേർഡ് എസ്റ്റേറ്റ് പേ ചെയ്യുന്ന ടാക്സിലൂടെയാണ് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ടൈമിലാണ് 1789 ഈ ഒരു ഘട്ടത്തിലാണ് റൂളർ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ലൂയിസ് 16 തീരുമാനിക്കുന്നത്. ഫ്രാൻസിലൊരു ജനറൽ അസംബ്ലി ഉണ്ടായിരുന്നു. ഫ്രാൻസിലെ ജനറൽ അസംബ്ലിയിലും ഇതുപോലെ തന്നെ 3 കാറ്റഗറി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ് എന്ന് പറയുന്ന പോലെ തന്നെ അതിലെ തേർഡ് എസ്റ്റേറ്റ് കോമൺസ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്ന കാറ്റഗറിയിൽ പുതിയതായിട്ട് എന്ത്
ചെയ്യാം, ഒരു അസംബ്ലി വിളിച്ചു ചേർക്കാൻ ആര് ഡിസൈഡ് ആണ്? 2016 ഡിസൈഡ് ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അവിടെ എന്തുണ്ടായിരുന്നു? ജനറൽ അസംബ്ലി ഒക്കെ ഉണ്ടായിരുന്നു, ലൈക്ക് പാർലമെൻറ്റ് പോലെയൊക്കെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? പക്ഷെ അത് വളരെ എന്താ പറയുക, തികച്ചും അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു തരത്തിലും യൂസ്ഫുൾ അല്ലാത്ത ഒരു സ്ട്രക്ചർ ആയിരുന്നു അതിനുണ്ടായിരുന്നത്. നമുക്ക് കാണാൻ പറ്റും, നമ്മൾ ഈ പറയുന്ന 1789 മുമ്പ് 175 വർഷം മുമ്പാണ് ഈ ഒരു ജനറൽ അസംബ്ലി അവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത്. അതായത് റൂളർക്ക് എന്താണോ അല്ലെങ്കിൽ രാജാവിന് എന്താണോ ആവശ്യം അപ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവിടെ എന്ത് ചെയ്യുള്ളൂ, ഈ അസംബ്ലി ചേരുള്ളൂ എന്ന് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ അവിടുത്തെ അസംബ്ലി ചേരുന്നു. അസംബ്ലിയിൽ എന്ത് ഡിമാൻഡ് വെക്കുന്നു? അസംബ്ലിയിൽ പറഞ്ഞു ടാക്സ് ഇൻക്രീസ് ചെയ്യാം, ടാക്സ് വർദ്ധിപ്പിക്കാം എന്നൊരു ഡിസിഷൻ എടുക്കുന്നു. കാരണം അവിടെ വന്നിട്ടുള്ള എക്സ്പെൻഡിച്ചർ ഒക്കെ മീറ്റ് ചെയ്യാൻ ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും? നികുതി വർദ്ധിപ്പിക്കേണ്ടി വരും അല്ലേ? അപ്പോൾ ടാക്സ് ഇൻക്രീസ് ചെയ്യാന്നുള്ള ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ കോമൺ പീപ്പിൾസിന് അതിൽ ഒരു ലാഭവുമില്ല. കാരണം അവർ ടാക്സ് പേ ചെയ്യണം എന്നല്ലാതെ അവർ വരുന്ന പോവർട്ടി ആണെങ്കിലോ അതൊന്നും ആര് നോക്കുന്നില്ല, ഈ റൂളേഴ്സ് നോക്കുന്നില്ല. അപ്പോൾ കോമൺ പീപ്പിൾസ് അതിനെ എഗ്രി ചെയ്യില്ല. കാരണം നികുതി വർദ്ധിപ്പിക്കുമ്പോൾ അടക്കേണ്ടത് ആര് മാത്രമാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ തേർഡ് എസ്റ്റേറ്റ് മാത്രമാണ് നികുതി അടക്കേണ്ടത്. ഫസ്റ്റും സെക്കൻഡ് എസ്റ്റേറ്റിന് ഒരു പ്രശ്നമില്ല, അവർ നികുതി അടക്കേണ്ട ആവശ്യമില്ല, അവരൊക്കെ നികുതി കളക്ട് ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ നികുതി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തെയും ഫസ്റ്റും സെക്കൻഡും എസ്റ്റേറ്റ് എന്ത് ചെയ്യും? സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 കാറ്റഗറി ആയിരുന്നു ഈ ഒരു എസ്റ്റേറ്റ് ജനറൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ എസ്റ്റേറ്റ് ജനറലിൽ 3 കാറ്റഗറി ഉണ്ടായിരുന്നു. സിംഗിൾ അതായത് സെപ്പറേറ്റ് എന്തായിരുന്നു, ഹോളിൽ വെച്ചിട്ടായിരുന്നു കോൺഫറൻസ് ഉണ്ടായിരുന്നത്. ആ ഹോളിൽ വെച്ചിട്ട് കോൺഫറൻസിൽ എന്ത് ചെയ്യുന്നു? ഈ നികുതി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു. അപ്പോൾ ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എപ്പോഴും മെജോറിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റും സെക്കൻഡും എസ്റ്റേറ്റ് ചേർന്നാൽ എന്തായി? മെജോറിറ്റി ആയി അല്ലേ? അപ്പോൾ ഫസ്റ്റും സെക്കൻഡും എസ്റ്റേറ്റ് എന്ത് തീരുമാനിക്കും? നികുതി വർദ്ധിപ്പിക്കാം, ടാക്സ് ഇൻക്രീസ് ചെയ്യാം എന്ന് അവരെന്ത് ചെയ്യും? ഡിസൈഡ് ചെയ്യും. അപ്പോൾ തേർഡ് എസ്റ്റേറ്റ് പറഞ്ഞു, ഞങ്ങൾ തയ്യാറല്ല, ഈ നികുതി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിന് ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങൾക്ക് എന്ത് വേണം? ഓരോ മെമ്പേഴ്സിനും ഓരോ സിംഗിൾ വോട്ട് വേണം, എന്നാൽ മാത്രമേ ഞങ്ങൾ ഇതിന് മുമ്പോട്ട് പോകാൻ തയ്യാറാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ രാജാവ് അതിനെ അംഗീകരിക്കില്ല. കാരണം രാജാവിനറിയാം ഇവിടെ എന്ത് ചെയ്യാണ്, ഇതിൽ എല്ലാ മെമ്പേഴ്സിനും സിംഗിൾ വോട്ട് കൊടുക്കുകയാണെങ്കിൽ മെജോറിറ്റി ആരാണ്? ഈ തേർഡ് എസ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ രാജാവ് എന്ത് ചെയ്യുന്നില്ല, അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ തേർഡ് എസ്റ്റേറ്റിലെ ജനങ്ങൾ അവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അടുത്തുള്ള കോൺഫറൻസ് ഹോളൊക്കെ രാജാവ് എന്ത് ചെയ്യാണ്? ക്ലോസ് ചെയ്യാണ്. അങ്ങനെ തേർഡ് എസ്റ്റേറ്റ് പറയാണ്, ഞങ്ങളുടെ കൂടെ വരാൻ താല്പര്യമുള്ള ആളുകൾക്ക് വരാം, അത് ഫസ്റ്റ് എസ്റ്റേറ്റിലെയും സെക്കൻഡ് എസ്റ്റേറ്റിലെയും ആളുകൾക്ക് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ ആരുടെ കൂടെ നിൽക്കുന്നു? തേർഡ് എസ്റ്റേറ്റിന്റെ കൂടെ നിൽക്കുന്നു. അങ്ങനെ അവർ അടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ, ഈ ഒരു രാജകൊട്ടാരത്തിനടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ വെച്ച് കൂടിച്ചേരുകയും 1759 ഈ ഒരു കൂടിച്ചേരലിൽ അവരെന്ത് തീരുമാനിക്കുന്നു? ഫ്രാൻസിനായിട്ട് ഒരു ഭരണഘടന തയ്യാറാക്കിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകൂ എന്ന് തീരുമാനിക്കുകയും ഞങ്ങളാണ് ഫ്രാൻസിലെ ജനറൽ അസംബ്ലി എന്ന് അവർ ഡിക്ലെയർ ചെയ്യുകയും ചെയ്യാണ്. ഇതാണ് ടെന്നീസ് കോർട്ട് ഓത്ത് എന്നറിയപ്പെടുന്ന ഈ ഒരു ഇവന്റ് ആണ് ഫ്രഞ്ച് റവല്യൂഷന്റെ നാഴികക്കല്ല് എന്നറിയപ്പെടുന്നത്. ഈ ഒരു നാഷണൽ അസംബ്ലി ഫോം ചെയ്യപ്പെട്ടപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന പ്രധാനമായിട്ടും അന്നത്തെ എന്താ പറയുക, നമ്മൾ നേരത്തെ പറഞ്ഞ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് കണ്ടീഷൻസ് അല്ലേ, ഫ്രഞ്ചിലുണ്ടായിരുന്ന ആ ഒരു 3 എസ്റ്റേറ്റും അവരുടെ തേർഡ് എസ്റ്റേറ്റ് ടാക്സ് പേ ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷനൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അതുകൂടാതെ അവിടുത്തെ തിങ്കേഴ്സിന്റെ ഐഡിയോളജിയും അന്നത്തെ ജനങ്ങളെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൽ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജോൺ ലോക്ക് ആണെങ്കിലും വോൾട്ടയർ ആണെങ്കിലും റൂസോ ആണെങ്കിലും മോണ്ടസ്ക്യൂ ആണെങ്കിലും ഇത്തരത്തിലുള്ള തിങ്കേഴ്സിന്റെ ഐഡിയോളജി ആഴത്തിൽ തന്നെ ജനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതിൽ റൂസോ നമ്മൾ പറയുമ്പോൾ പറയാറുണ്ട് പ്രോഫിറ്റ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ എന്താ പറയുക പ്രവാചകൻ എന്നൊക്കെയാണ് ആരറിയപ്പെടുന്നത്? റൂസോ അറിയപ്പെടുന്നത്. അപ്പോൾ റൂസോ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഫ്രീഡത്തെക്കുറിച്ച് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ എവിടെയും അവൻ ചങ്ങലകളിലാണ് എന്ന വാക്കിലൂടെ, എന്ന സ്റ്റേറ്റ്മെന്റിലൂടെ സ്വാതന്ത്ര്യത്തിന്റെ ഫ്രീഡത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ടും ആര് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്? റൂസോ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രഞ്ചിലെ ഭരണാധികാരികളുടെ ഭാഗത്തുണ്ടാവുന്ന അടിച്ചമർത്തലുകൾക്കെതിരെ പോരാടാൻ ഇത്തരത്തിലുള്ള ചിന്തകരുടെ ആശയങ്ങൾ ആഴത്തിൽ ആരെ സ്വാധീനിക്കുന്നുണ്ട്? ഫ്രഞ്ചിലെ പീപ്പിൾസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കൂടാതെ ഈ ഒരു ടൈമിലെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നാഷണൽ അസംബ്ലിക്ക് ഫോം ചെയ്തു. ബട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് കിങ്ങിന്റെ അല്ലെങ്കിൽ റൂളറുടെ അണ്ടറിലുള്ള ഒരു നാഷണൽ അസംബ്ലി ആയിരുന്നു. അതായത് മൊണാർക്കി അവിടെ കണ്ടിന്യൂ ചെയ്തിരുന്നു, അതിന് കീഴിലായിരുന്നു ഒരു നാഷണൽ അസംബ്ലിക്ക് ഉണ്ടായിരുന്നത്. പോരാത്തതിന് ഫ്രഞ്ചിലെ റവല്യൂഷനൊക്കെ ലീഡർഷിപ്പ് കൊടുത്തിരുന്നത് മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ആ തേർഡ് എസ്റ്റേറ്റിലെ തന്നെ മിഡിൽ ക്ലാസ്. നമ്മൾ തേർഡ് എസ്റ്റേറ്റിനെ 2 കാറ്റഗറൈസ് ചെയ്തിരുന്നു അല്ലേ, മിഡിൽ ക്ലാസ്സും ഉണ്ടായിരുന്നു, ലോവർ ക്ലാസ്സും ഉണ്ടായിരുന്നു. അതിൽ മിഡിൽ ക്ലാസ് ആയിരുന്നു കൂടുതലും ലീഡർഷിപ്പ് കൊടുത്തിരുന്നത്. അവർ കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിരുന്നു, കുറച്ച് വെൽത്തി ആയിരുന്നു കമ്പാരിറ്റീവ്ലി ലോവർ ക്ലാസ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു മിഡിൽ ക്ലാസ് ആക്റ്റീവ് സിറ്റിസൺസ്, പാസീവ് സിറ്റിസൺസ് എന്നിങ്ങനെ 2 കാറ്റഗറി ആക്കിയിട്ട് എന്ത് ചെയ്തു? അവിടെ ഡിവൈഡ് ചെയ്തു. ഇതിൽ ആക്റ്റീവ് സിറ്റിസൺസിന് മാത്രമേ എന്തുണ്ടായിരുന്നുള്ളൂ? റൈറ്റ് ടു വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പാസീവ് സിറ്റിസൺസ് ക്ലാസ് ബേസ് ആയിരുന്നു, അതുപോലെ തന്നെ ഏജും ഉണ്ടായിരുന്നു. അപ്പോൾ വിമൻസിനൊക്കെ പാസീവ് സിറ്റിസൺസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. കൂടാതെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലാസ് ബേസ്, ദാറ്റ് മീൻസ് റിച്ച് ആയിട്ടുള്ള ആളുകളൊക്കെ ആക്റ്റീവ് സിറ്റിസൺസ് ആയിരുന്നു, പൂർ ആയിട്ടുള്ള ആളുകളൊക്കെ പോവർട്ടി സഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ലോവർ ക്ലാസ്സിലുള്ള ആളുകളൊക്കെ പാസീവ് സിറ്റിസൺസ് ആയിരുന്നു. അപ്പോൾ പാസീവ് സിറ്റിസൺസിന് വോട്ട് ഉണ്ടായിരുന്നില്ല. ഇതായിരുന്നില്ല ഫ്രഞ്ച് റവല്യൂഷന്റെ എയിം എന്ന് പറയുന്നത്. മൊണാർക്കിയെ പൂർണ്ണമായിട്ടും എടുത്തു കളയുകയും
അവിടെ എന്താണ് ഒരു റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു ഫ്രഞ്ച് റവല്യൂഷൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷേ അതിലേക്ക് എത്താൻ ആർക്കും പറ്റിയില്ല, ഈ ഒരു ഘട്ടത്തിൽ പറ്റിയില്ല. അങ്ങനെ നാഷണൽ അസംബ്ലിയൊക്കെ ഫ്രെയിം ചെയ്തു, അവിടെ എന്താ പറയുക കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഫ്രെയിം ചെയ്തു. ബട്ട് ഇവിടെ എന്താണ് ഈ ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ടൈമിലാണ് കുറേ ക്ലബ്ബുകളൊക്കെ അവിടെ ഫോം ചെയ്യുന്നതും ആ റെവല്യൂഷണറി സ്വഭാവമുള്ള പല ക്ലബ്ബുകൾ അവിടെ ഫോം ചെയ്യുന്നതും അവരെ ഡിമാൻഡ് ചെയ്യുന്നത് എല്ലാവരും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുള്ളതാണ്. അതിൽ പ്രോമിനൻ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് മാക്സിമിലിയൻ റോബസ്പിയറുടെ ലീഡർഷിപ്പിലുള്ള ജാക്കോബിൻ ക്ലബ്ബ് തന്നെയാണ്. ആ ജാക്കോബിൻ ക്ലബിൻ്റെ ലീഡർഷിപ്പിൽ വലിയ എന്താ പറയുക പോരാട്ടങ്ങൾ നടക്കുകയും അത് എക്സിസ്റ്റിംഗ് ഗവൺമെൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട്, അതായത് ആ നാഷണൽ അസംബ്ലിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പോരാട്ടങ്ങൾ നടക്കുകയും അങ്ങനെ മാക്സിമിലിയൻ റോബസ്പിയറിൻ്റെ കയ്യിലേക്ക് എന്ത് കിട്ടാണ്, അല്ലെങ്കിൽ ജാക്കോബിൻ ക്ലബിൻ്റെ കയ്യിലേക്ക് എന്ത് കിട്ടാണ്, ഫ്രഞ്ചിലെ ഭരണം കിട്ടാണ് ചെയ്യുന്നത്. ഇതോടുകൂടി ആ ഒരു അവസ്ഥ, അതായത് ആക്റ്റീവ് സിറ്റിസൺ പാസീവ് സിറ്റിസൺസ് ഇങ്ങനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിരുന്ന ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. എല്ലാവർക്കും എന്ത് കിട്ടുന്നു, റൈറ്റ് ടു വോട്ട്, അല്ലെങ്കിൽ എല്ലാവരും ഈക്വലി ട്രീറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എന്ത് മാറുന്നു, ഗവൺമെൻറ് മാറുന്നു. അതുപോലെ തന്നെ മൊണാർക്കിയെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാണ്, അബോളിഷ് ചെയ്യാണ്. അതായത് രാജാവിൻ്റെ കീഴിലുള്ള ഒരു നിയന്ത്രണവും ആർക്ക് വേണ്ട, ഫ്രാൻസിന് വേണ്ട എന്നൊരു ഡിസിഷനാണ് ആരെടുക്കുന്നത്, ഈ മാക്സിമിലിയൻ റോബസ്പിയർ അല്ലെങ്കിൽ ജാക്കോബിൻ ക്ലബ്ബ് എടുക്കുന്നത്. പക്ഷേ ഈ ഒരു ജാക്കോബിൻ ക്ലബ്ബ് കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് നമുക്ക് തോന്നുന്നുണ്ടാവും അല്ലേ, കാരണം അവിടുത്തെ എന്താ എല്ലാവരും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ബെറ്റർ ആണ്. പക്ഷേ ഈ ഒരു പീരീഡ് അറിയപ്പെടുന്നത് റെയിൻ ഓഫ് ടെറർ എന്ന പേരിലാണ് അല്ലേ. ഈ ഒരു ജാക്കോബിൻ ക്ലബിൻ്റെ അല്ലെങ്കിൽ മാക്സിമിലിയൻ റോബസ്പിയറുടെ പീരീഡ് അറിയപ്പെടുന്നത് ദ റെയിൻ ഓഫ് ടെറർ എന്നുള്ളതാണ്. അത്രയും ക്രൂരമായിട്ടുള്ള നടപടികൾ ഉള്ളതുകൊണ്ടാണല്ലോ അങ്ങനെ അറിയപ്പെടുന്നത്. അപ്പോൾ അതെന്താണ് എന്നുള്ളതാണ് നമുക്കിനി നോക്കാനുള്ളത്.